ഏഷ്യൻ രാജ്യങ്ങളിലടക്കം ഡ്രഗ് ഒഴുകുന്നതിലെ ഒരു പ്രധാന ട്രാൻസിറ്റ് പോയിന്റ് ആണ് ഈ സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യം. ആ രാജ്യത്തിൻ്റെ ഹോണററി കൗൺസിലായിരുന്നു നമ്മുടെ അന്തരിച്ച ഈ CJ റോയ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ദുരൂഹതയാണ് ഇപ്പോൾ ഉയരുന്നത്. അദ്ദേഹം ഏതോ ഒരു വലിയ ഡ്രഗ് കാർട്ടൽ തലവൻ്റെ ബിനാമിയായിരുന്നു തുടങ്ങിയ രീതിയിലൊക്കെ. എന്താണ് ഈ ബന്ധത്തെക്കുറിച്ച്, അതിലുള്ള ദുരൂഹതകൾ എന്തൊക്കെയാണ്? അല്ല, ഈ CJ റോയുടെ കേസിൽ നമ്മൾ ഒന്നാമത്തെ അദ്ദേഹം മരിച്ചിരിക്കുകയാണ്. നമ്മൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി സംസാരിക്കണം. അപ്പോൾ ഈ ഡ്രഗ് കാർട്ടലുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്ന ആരോപണങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ചൊക്കെ അറിയാം. അവിടെ അങ്ങേയറ്റം കറപ്റ്റഡായ ഒരു രാജ്യമായിരുന്നു. ഇപ്പോൾ നേരത്തെ ഗൗതം തന്നെ കാണിച്ച പോലെ ഒരു വാർത്തയിൽ അവിടുത്തെ ഈ പറഞ്ഞ പോലെ അഡ്വൈസർ, അവിടുത്തെ പ്രിയമിനൻ്റ് ആയിട്ടുള്ള അഡ്വൈസറെ തന്നെ രാജിവെച്ചിട്ടുണ്ട്. കാരണം എപ്സ്റ്റീൻ ഫയലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ കറപ്റ്റഡ് ആയിട്ടുള്ള രാജ്യമാണ് ഇത്. ഗൗതം അറിയേണ്ട ഒരു 2 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം കൂടി വന്ന $5 ലക്ഷം കൊടുത്താൽ കിട്ടാവുന്ന ഒരു കാര്യമാണ് ഈ ഹോണററി കൗൺസിൽ എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ അത് ജനീവ കൺവെൻഷൻ മുതലാണ് അങ്ങനെ തുടങ്ങിയത്. ഈ ഐക്യരാഷ്ട്രസഭയുടെ ജനീവ കൺവെൻഷനിലാണ് സാധാരണ അവിടുത്തെ പൗരന്മാരായിരിക്കണം വേറെ എവിടെയെങ്കിലും ഈ പറയുന്ന ഇതാകേണ്ടത്. പക്ഷെ അതിന് പകരം ഈ മറ്റു രാജ്യങ്ങളുടെ ആളുകളെയും ഇത്തരത്തിലുള്ള ഒരു പദവി കൊടുക്കാം എന്നവർ തീരുമാനിക്കുകയും മിക്ക രാജ്യങ്ങളും തന്നെ ആ പദവിക്ക് വേണ്ടി പണം മേടിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അത് ഒരു 2 ലക്ഷം അല്ലെങ്കിൽ $5 ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരാളെ എന്ത് ചെയ്യുന്നു, ഓണററി കൗൺസിലായിട്ട് എന്ത് ചെയ്യുന്നു, കൗൺസിൽ ജനറലായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. പക്ഷെ അദ്ദേഹത്തിന് പോലും പൂർണ്ണമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് പരിരക്ഷ ഒന്നുമില്ല. ഈ ഡിപ്ലോമാറ്റിക് പരിരക്ഷ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണത്. കാരണം എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ഫോറിൻ കൺട്രിയുടെ ഡിപ്ലോമാറ്റാണ് ഇന്ത്യയിൽ വരുന്നതെങ്കിൽ നിങ്ങൾക്കെതിരെ ഒരു ക്രിമിനൽ കേസ് പോലും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ തോതിലുള്ള ഇമ്മ്യൂണിറ്റിയാണ്. പ്ലസ് ഇപ്പൊ പറഞ്ഞ ഡിപ്ലോമാറ്റിക് ബാഗേജിലൂടെ സ്വർണ്ണം കടത്തുമ്പോൾ ആ ഡിപ്ലോമാറ്റിക് ബാഗേജുകൾ സാധാരണ പരിശോധിക്കാറില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ സുരക്ഷിതമായി നോക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ റോയിനെ പോലെയുള്ള ഒരാൾക്ക് പണം കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഏതാണ്ട് ഇത്തരം സൗകര്യങ്ങളൊക്കെ തന്നെ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, അറിയാൻ കഴിയുന്ന ഒരു കാര്യം. ഇവിടെ എന്തിനാണ് ഇതേ കൺട്രി തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ക്രൈം സീൻസിൽ ഇടപെട്ടിട്ടുള്ള ഒരു കൺട്രീനെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും? അല്ല, ഇതൊരു യൂറോപ്യൻ കൺട്രിയാണ്. ഇത്തരം കൺട്രിയുടെ ഭാഗത്ത് നിന്ന് എന്തിനാണ് ഇദ്ദേഹം ഇത് മേടിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പാടുള്ളതൊരു കാര്യമാണ്. പക്ഷെ അതിൽ പരിപൂർണമായിട്ട് ഇപ്പോൾ റോയിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇതുപോലെയുള്ള പ്രാഞ്ചേട്ടന്മാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ എന്ത് ചെയ്യും, ഇത് ഒരു ഓണററി ഈ പറഞ്ഞ പോലെ ബിരുദം മേടിക്കുന്നു അല്ലെങ്കിൽ ഡീലിറ്റ് മേടിക്കുന്നു, ഡോക്ടറേറ്റ് മേടിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ മറ്റുള്ള ആളുകളോട് ഇത് പറയാൻ ഭയങ്കര ഒരു കാര്യമുണ്ട്, ആവേശമുണ്ട്. ഒന്ന്. രണ്ടാമത് നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് യാതൊരുവിധ ബോധവും ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും, വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കും. ഉദാഹരണത്തിന് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ജ്വല്ലറിയാണ് ഭീമ ജ്വല്ലറി. അപ്പൊ ഗോവിന്ദൻ പുള്ളി പറഞ്ഞത് 2 ഡോക്ടറേറ്റ് പോരട്ടെ എന്നാണ്. എന്ന് വെച്ചാൽ പുള്ളിക്കിടയിൽ കാശുള്ളത് കൊണ്ട് 60,000 കൊടുത്താൽ മതി ഒരു ഡോക്ടറേറ്റ്. അപ്പൊ പുള്ളി 1 ലക്ഷം കൊടുത്തിട്ട് പുള്ളി 2 ലക്ഷം ഇട്ട് കൊടുത്തു. എന്നിട്ട് പുള്ളി 2 ഡോക്ടറേറ്റ്, ഒന്ന് ജമ്മോളജിയിലും ഒന്ന് മാനേജ്മെന്റിലും ഇത് മേടിച്ചു വെച്ചു. അപ്പൊ നമ്മുടെ അവിടെയുള്ള ആളുകൾക്ക് ഇത് ഡോക്ടർ എന്നൊക്കെ എന്ത് ചെയ്യാം, പറയാം. മനസ്സിലായി? ഇപ്പൊ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരാളുണ്ട്. രാഹുൽ ഈശ്വർ വിദേശത്ത് നിന്ന് പഠിച്ചേക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. മനസ്സിലായോ? പക്ഷെ പറയുമ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലെറ്റർ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠിച്ചു എന്നൊക്കെ എന്ത് ചെയ്യും, പറയും. അപ്പൊ യഥാർത്ഥത്തിൽ ലെറ്റർ സ്കൂൾ ഓഫ് എക്കണോമിക്സിലെ കോഴ്സ് എന്താണെന്നൊക്കെ ആളുകൾക്ക് വലിയ ധാരണയൊന്നുമില്ല. അപ്പൊ അത്തരം കാര്യം ഇപ്പൊ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട്. എന്റെ തൊട്ടടുത്തുള്ള ഒരു പയ്യനെ വീട്ടുകാർ വിദേശത്ത് അമേരിക്കയിൽ MBA പഠിക്കാൻ പോകണം. അവിടെ പഠിച്ചിട്ട് ഒരു ജോലിയും കിട്ടൂല. കാരണം എന്ന് വെച്ചാൽ സാധാരണ പോലെയുള്ള കോളേജല്ല അത്. അവിടെ ജോലി കിട്ടൂല. കാരണം അവിടുത്തെ ആളുകൾക്ക് അറിയാം ഇത് അമേരിക്കയിലെ ഏറ്റവും സാധാരണ കോളേജാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ നിന്ന് MBA കഴിഞ്ഞവനാണെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാത്ത വീട്ടുകാർ പോകും. മനസ്സിലായി? ശ്രീധരോ പഠിച്ചു. അപ്പൊ അതാണ് അതിന്റെ കാര്യം. അപ്പൊ CJ റോയുടെ കേസിൽ അദ്ദേഹത്തിന്റെ ഒരു നേച്ചർ തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യമായിരുന്നു. കാരണം മറ്റേതെങ്കിലും ഉദ്ദേശത്തോടുകൂടി ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇല്ലെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നാട്ടുകാരൊക്കെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്താണെന്ന് ആദ്യമേ മനസ്സിലാക്കാം. അതിന് മുമ്പേ ഒരു കാര്യം പറയാം. 2006 ഈ കോൺഫിഡന്റ് ഗ്രൂപ്പ് ആരംഭിക്കുന്നത്. 2025 ഇപ്പൊ 20ാമത് ആനിവേഴ്സറി ആഘോഷിക്കാനിരിക്കുകയാണ് ഇദ്ദേഹം കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ കാലയളവാണിത്. ഈ ചെറിയ കാലയളവിൽ ഇയാൾ നേടിയത് കൊയ്ത പണം അല്ലെങ്കിൽ ലംബോർഗിനി, ബുഗാർട്ടി, സാധാരണക്കാരനൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഇത് വളരെ നോർമലി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന്? അതിലൊക്കെ ഒരുപാട് വലിയ സംശയങ്ങളുണ്ട്. ഇത് ഇപ്പോൾ മുതലല്ല ഗൗതം, ഇത് യഥാർത്ഥത്തിൽ 2016 മുതൽ തുടങ്ങിയിട്ടുള്ള ഒരു അന്വേഷണമാണ്. അപ്പോൾ ആ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ ഇതുപോലെ അന്വേഷണം നടത്തിയിരുന്നു. ഇദ്ദേഹം ഹൈക്കോടതിയിൽ പോയിരുന്നു. കേരളത്തിൽ നിന്നുള്ളവർക്ക് ഇത് അന്വേഷിക്കാൻ പാടില്ല, അങ്ങനെ നിരവധി കാര്യങ്ങൾ. എനിക്ക് മുഴുവൻ കാര്യവും ഞാനിപ്പോൾ തുറന്ന് പറയാം പ്രേക്ഷകരോടുകൂടി. മുഴുവൻ കാര്യവും ഇപ്പോൾ എനിക്ക് പോലും പറയാൻ പറ്റില്ല, കാരണം എൻ്റെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. താങ്കൾ പറഞ്ഞ 20 കൊല്ലം കൊണ്ടുള്ള ഒരു വളർച്ച എന്ന് പറയുന്നത് ഒരു അൺയൂഷ്വൽ ഗ്രോത്ത് ആണ്.
അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇനി ഗൗതമത്തിന് അറിയേണ്ട മറ്റൊരു കാര്യം കൂടി പറയാം. ഈ ബിസിനസ്സിൽ ചില പ്രത്യേകതകളുണ്ട്, അതുകൂടി നിങ്ങൾ അറിയണം. ഈ ബിസിനസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കള്ളപ്പണം അരങ്ങുവാഴുന്ന ഒരു ബിസിനസ്സാണ്. ഇപ്പൊ നാളെ ഗൗതമാണെങ്കിലും നാളെ ഇത് കേൾക്കുന്ന എക്സോ വൈയോ ആണെങ്കിലും ഒരു സ്ഥലം രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ഒരിക്കലും നമ്മൾ ആരും തന്നെ ഇന്ത്യയിൽ 99% ആളുകളും പരിപൂർണമായി ബാങ്ക് വഴി ഡീലിംഗ് നടത്തി കൊടുക്കില്ല. കാരണം എന്താ, ഇപ്പൊ ഗവൺമെന്റിന് തന്നെ ഒരു വില ഉണ്ടാവും. ഉദാഹരണത്തിന് 80 ലക്ഷം രൂപക്ക് മേടിക്കുന്ന ഒരു സ്ഥലമാണെന്ന് വെച്ചോ, 5 സെന്റ് സ്ഥലം, ഓക്കെ, 12 ലക്ഷം രൂപ അല്ലെങ്കിൽ 60 ലക്ഷം രൂപ മേടിക്കുന്ന സ്ഥലമാണ്. ഈ 60 ലക്ഷം രൂപയുടെ ഗവൺമെന്റിൽ കാണിക്കാൻ പറഞ്ഞിരിക്കുന്ന വില ഒരു 20 ലക്ഷം രൂപ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 14 ലക്ഷം രൂപ. അപ്പൊ 20 ലക്ഷം രൂപ. അപ്പൊ ബാക്കിയുള്ളത് ബ്ലാക്ക് മണി ആയിട്ടാണ് ഇതിനകത്ത് ഡീല് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ ബ്ലാക്ക് മണിയുടെ ഒരു വലിയ ഡീലിങ്സ് ഇതിനകത്ത് നടക്കുന്നത് കൊണ്ട് മറ്റ് പല ആളുകളും തന്നെ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് അവർക്ക് ദുബായിൽ ഈ ഫണ്ട് ചെയ്തേക്കാം, ഇത്തരം ഫണ്ടുകൾ ഞങ്ങൾക്ക് തന്നോളൂ എന്നൊക്കെ പറയുന്ന വലിയ സാധ്യതകൾ ഈ ബിസിനസ് ലോകത്തുണ്ട് എന്നുള്ളത് നിങ്ങൾ ഒന്നാമതായി മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഇപ്പൊ ഇദ്ദേഹം തെരഞ്ഞെടുത്തൊരു വഴി കൂടി ഈ ഫാസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രോത്ത് ആണ്. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ വിജയ് മല്യയുടെ UB ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വിജയ് മല്യയുടെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ കാണുമ്പോൾ നമുക്ക് UB ഗ്രൂപ്പിനെയാണ് ഓർമ്മ വന്നുകൊണ്ടിരുന്നത്, മനസ്സിലായോ? അതേപോലെ തന്നെ ബോച്ചയുടെ ആക്ടിവിറ്റികൾ കാണുമ്പോൾ നമുക്ക് ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെയാണ് ഓർമ്മ വരുന്നത്. ഇതേപോലെ സ്വന്തം വ്യക്തിപരമായ ബ്രാൻഡിങ്ങും ഇതും കൂടി അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, ക്ലബ്ബ് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ ക്ലബ്ബ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം, ഒരു വലിയ പ്രശ്നവും കൂടി ഉണ്ട് അതിന്. അതെന്താ വെച്ചാൽ ഇപ്പൊ പൂർവങ്കരയുടെ ഓണർ ആരാന്ന് വെച്ചാൽ താങ്കൾക്ക് അറിയാൻ പറ്റില്ല. പ്രസ്റ്റീജ് ഗ്രൂപ്പ് ഇപ്പൊ ഫോറം മാളിന്റെ ഓണറാണ്, പക്ഷെ ഓണർ ആരാന്ന് വെച്ചാൽ താങ്കൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ബ്രാൻഡ് തന്നെയാണ് അവിടെ സ്ഥാനം എന്ന് പറയുന്നത്. അതേസമയം ഇവിടെ മറ്റവിടെ അങ്ങനെയല്ല, ഇവിടെ ഓണർ ഉണ്ട്. അപ്പൊ ഓണർക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അത് മറ്റെല്ലാ ബ്രാൻഡുകളെയും ബിസിനസിനെയും എന്ത് ചെയ്യും, ബാധിക്കും. അത്തരത്തിലുള്ള ഒരു ഗ്രോത്ത് ആണ്. അപ്പൊ അതൊരു ഗ്രോത്ത് കുറച്ച് കൂടുതൽ ഉണ്ടാകും എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എങ്കിൽ പോലും നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് കിട്ടാവുന്ന ഒരു 10-20% പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ ഇത്രയും വലിയ സമ്പാദനം നടത്തിയത്, കാരണം 10,000 കോടി രൂപയിലധികം ആസ്തി നടത്തിയത് എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമാണ്. ഇനി മൂന്നാമത്തത് ഗൗതത്തിനടുത്ത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കാര്യം വിട്ടേക്കു, ഞാൻ പറയുന്നില്ല. അപ്പൊ അത് ബാക്കി ഈ ബാംഗ്ലൂർ വിദേശത്തൊക്കെ അടക്കം ഈ ബിസിനസ്സുകൾ എങ്ങനെയാണ് റിയൽ എസ്റ്റേറ്റ് സെയിൽ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? ഇന്ത്യ മൊത്തം ശരിക്കും സെയിൽസിന് വേണ്ടിയിട്ട് 400 പേരും 4000 പേരും ഒക്കെ ഉള്ള വലിയ ഗ്രൂപ്പുള്ള കമ്പനികൾ വേറെ ഉണ്ട്. അതായത് നിങ്ങൾ ഒരു കമ്പനി എടുത്താണ്, ആ കമ്പനി എന്ന് പറയുന്നത് നിങ്ങൾ അസറ്റിന്റെ വിൽക്കുണ്ടാവും, സ്കൈലൈൻ്റെ വിൽക്കുണ്ടാവും, നിങ്ങൾ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ വിൽക്കുണ്ടാവും, നിങ്ങൾ തൃത്വത്തിന്റെ വിൽക്കുണ്ടാവും, ബാക്കിയുള്ള എല്ലാവരുടെയും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, വിൽക്കുന്നുണ്ടാവും. മനസ്സിലായി? അവരോട് ആലോചിച്ചിട്ടാണ് പലപ്പോഴും ഒരു പ്രൊജക്ട് പോലും അനൗൺസ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഇവർക്ക് വിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവർ പ്രൊജക്ട് എന്ത് ചെയ്യാൻ പറ്റും, അനൗൺസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് ഡീലിങ്സുകൾ നടക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇദ്ദേഹത്തിന് വലിയൊരു ഗുണമുണ്ടായിട്ടുണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സർജാപൂരിൽ ഇദ്ദേഹം 6000 രൂപക്ക് ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിച്ചിട്ടിരുന്നു. ആ ഭൂമിക്ക് വലിയ തോതിൽ വില കയറി എന്നൊക്കെ ഉള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അപ്പൊ പോലും ഒരു കാര്യം വളരെ കറക്റ്റാണ്, ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് ഒളിക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉത്തരം പറയാനും കഴിയാത്ത നിരവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതില് ഇങ്ങനെ വളർന്ന ഒരാള്, അത്രയും ബുദ്ധിമാനായിട്ടുള്ള ഒരാള്, ഇപ്പൊ അഥവാ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുക, അതിൻ്റെതായ പ്രൊസീജിയറിലൂടെ കടന്നുപോയി ഫൈൻ അടച്ചിട്ട് അദ്ദേഹത്തിന് വീണ്ടും ജീവിക്കായിരുന്നു. ഉദ്ദേശിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ല കാര്യം. അല്ല, അതാണ് ഇപ്പൊ ചോദിക്കുന്നത്. അപ്പൊ എന്താണ് അത്രയും ഭയാനകമായിട്ടുള്ള സ്വന്തം ജീവൻ തന്നെ ഇല്ലാതാക്കി കളയാം എന്ന് തോന്നിപ്പിച്ച ആ സാധനം ഉണ്ടല്ലോ, അപ്പൊ എന്തോ വലിയ ഭീകര കുറ്റം ഇയാൾ ചെയ്തോ? ഞാൻ ഇപ്പൊ കേരളത്തില് ഞാനിപ്പോ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നില്ല, ഗൗതം ചോദിച്ചെങ്കിലും എന്റെ ഉള്ളിൽ ഒരുപാട് മറുപടികളുണ്ട്, പക്ഷെ ഞാനത് റിസർവ് ചെയ്യാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാനിപ്പോ കഴിഞ്ഞ തവണ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തു, 1 ലക്ഷത്തിലധികം ആളുകൾ കണ്ടു, പക്ഷെ അതുപോലും ഞാൻ 20% കാര്യം വന്നുള്ളൂ. ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഗൗതം, അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കൺഫേം ചെയ്തതിന് ശേഷം പറയേണ്ടതാണ്. ഒന്ന്, ആദ്യം ഇൻകം ടാക്സ് വരുമെന്നും, രണ്ടാമത്തേത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം വരും. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ അമെൻമെന്റിന് ശേഷം, അതായത് ഭേദഗതികൾക്ക് ശേഷം വലിയ തോതിൽ കിരാതമായിട്ടുള്ളൊരു നിയമമാണ്. ആരെങ്കിലും വേണമെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് പിടിച്ചാൽ പോലും എന്ത് ചെയ്യും, അകത്ത് കിടക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ PMLA ആക്ട് പ്രകാരം കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റേപ്പ് നടത്തുന്നതിനേക്കാളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തെക്കാളോ വലിയ കുറ്റമായി പോലും ഇന്ത്യ പരിഗണിക്കപ്പെടുകയാണ്. ഒന്ന്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. അങ്ങനെ സംഭവിച്ചാലുള്ള പ്രശ്നം എന്താ, ഇത്രയും കാലം വലിയ മോട്ടിവേഷണൽ സ്പീക്കറായിട്ടും വലിയ ധർമ്മിഷ്ഠനായിട്ടും ന്യായാന്യായങ്ങൾ പറയുന്ന ഒരാളായിട്ടും നിന്നിട്ടുള്ള എല്ലാ ഇമേജുകളും തകരുകയും ഇപ്പോൾ നിലനിൽക്കുന്ന പ്രൊജക്റ്റുകളിൽ തന്നെ അഡ്വാൻസ് കൊടുത്തിട്ടുള്ള ആളുകളൊക്കെ തന്നെ അഡ്വാൻസ് തിരിച്ചു വയ്ക്കുകയും ചെയ്യുന്ന ഒരു സമയം വരുമ്പോൾ
ഇത് ഏത് സമയത്തും പൊട്ടാവുന്ന ഒരു കുമളയാണെന്ന് കൃത്യമായിട്ട് ആർക്കറിയാം? അറിയാം. കാരണം ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ആദ്യം 10 ഫ്ലാറ്റ് പണിത് കൊടുക്കും, 10 വില്ല പണിത് കൊടുക്കും, അപ്പൊ നമ്മൾ വിചാരിക്കും സേഫ് ആണ്. അല്ല, നമ്മുടെ അടുത്ത് എന്ത് ചെയ്യും? ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ് ആയത് 1 രൂപ പോലും വേണ്ട. അതറിയോ യോഗത്തിൽ 1 രൂപ പോലും വേണ്ട തുടങ്ങാൻ. നിങ്ങൾ ഒരു ആളുടെ സ്ഥലം കണ്ടെത്തുന്നു, ആ ആളുമായിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങളൊരു ജോയിന്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെടുത്തുന്നു. നിങ്ങൾ അയാളെ വിശ്വസിപ്പിക്കാൻ പറ്റിയാൽ മതി. അതായത് ഞാൻ ഇവിടെ നാളെ ബിൽഡിംഗ് പണിയും, അതിൽ 100 ഫ്ലാറ്റ് ഉണ്ടാവും. ആ 100 ഫ്ലാറ്റിൽ നിങ്ങൾക്ക് ഇപ്പൊ ഈ സ്ഥലത്തിന് എത്ര രൂപ കിട്ടും? 3 കോടി രൂപ കിട്ടുള്ളൂ. അപ്പൊ എന്റെ ഫ്ലാറ്റ് 1 കോടി രൂപയുടെ ഫ്ലാറ്റാണ്, അത് ഞാൻ നിങ്ങൾക്ക് 5 എണ്ണം തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയാം അയ്യോ എനിക്ക് ക്യാഷ് വേണം. ക്യാഷ് വേണമെങ്കിൽ ഒരു അത്യാവശ്യമുള്ള 10-25 ലക്ഷം രൂപ കൊടുത്താൽ മതി, അല്ലെങ്കിൽ 50 ലക്ഷം കൊടുത്താൽ മതി മാക്സിമം. ബാക്കിയുള്ളത് നിങ്ങൾ 5 ഫ്ലാറ്റും കൂടി തരും. ഈ 5 ഫ്ലാറ്റ് അയ്യോ എനിക്കത് വിൽക്കാൻ ബുദ്ധിമുട്ടാ, വേണ്ട ഞങ്ങൾ തന്നെ വിറ്റെന്നോളാം, അപ്പൊ അങ്ങനെ വിറ്റെന്നോളാന്ന് പറയുമ്പോൾ സമ്മതിക്കും. കാരണം ആ സ്ഥലം പണ്ട് മുതലേ കിട്ടിയതായിരിക്കും, ഇത്ര വലിയ ലാഭം ഉണ്ടാക്കാനൊന്നും പറ്റില്ലായിരിക്കും, അവർക്ക് വരുമാനത്തിന് ആവശ്യം ഉണ്ടാവും. ആ ഫ്ലാറ്റുകൾ നിങ്ങൾക്ക് 5 എണ്ണവും വാടക കൊടുക്കാന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും? ഈ ഫ്ലാറ്റ് അവിടെ പോകും. ഈ ഫ്ലാറ്റ് പോകുന്നതിന് മുമ്പ് നേരത്തെ എന്ത് ചെയ്തുകൊണ്ടിരുന്ന പൂജ എടുത്ത് പോലെ സെയിൽസ് തുടങ്ങും. അപ്പൊ സെയിൽസ് തുടങ്ങിയിട്ട് ഒരു 10 പേരുടെ കാശ് മേടിക്കുക, ആ കാശിന് ഈ സാധനം എന്ത് ചെയ്താൽ മതി? പണിതാ മതി. അപ്പൊ അങ്ങനെ പണിതുകൊണ്ടാണ് എല്ലാ റിയൽ എസ്റ്റേറ്റ് കമ്പനികളും എന്ത് ചെയ്യുന്നത്? കേരളത്തിലുള്ള പല റിയൽ എസ്റ്റേറ്റ് കമ്പനികളും വലിയ തോതിൽ ഫേമസ് ആയിട്ടുള്ള ക്ലീൻ എന്ന് പറയുന്ന പല റിയൽ എസ്റ്റേറ്റ് കമ്പനികളും വലിയ തോതിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. ഈ കോൺഫിഡൻസ് ഗ്രൂപ്പ് തന്നെ ഏതാണ്ട് 2-3 കൊല്ലം, എനിക്ക് 2018-19 അവർ അവരുടെ സെയിൽസ് നിർത്തിവെച്ചിരുന്നു, പ്രൊജക്ടുകൾ നിർത്തിവെച്ചിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഇവരെല്ലാവരും തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അഭിമുഖീകരിക്കുന്നുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങൾ, ഒരു കാര്യം ഉറപ്പാണ്, കാരണം ഗൗതം അതാണ് വിഷയമെങ്കിൽ തന്നെ എന്താണ് ഇങ്ങനെ സ്വയം ഇല്ലാതാക്കണോ? ഈ PMLA ആക്ട് പ്രകാരം അല്ല, ഗൗതം ഉദ്ദേശിക്കുന്ന പോലെയല്ല ഇത്. ഒരു ബിസിനസ് തകർക്കാൻ കേരളത്തിലെ ഗവൺമെന്റും ഏജൻസികളും ഒക്കെ വിചാരിച്ചാൽ ഒരു ബിസിനസ്സുകാരനും പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം പ്രത്യേകിച്ചും ജനങ്ങളുടെ നിന്ന് പണം മേടിക്കുന്ന ബിസിനസ് ആണെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇപ്പൊ യൂസഫ് അലിക്കെതിരെ ആരെങ്കിലും നടപടിയെടുത്ത യൂസഫ് അലിക്ക് ഒരു കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയാമോ? യൂസഫ് അലിക്ക് നാളെ എന്ത് സംഭവിച്ചാലും നമ്മൾ മാളിൽ കയറാതിരിക്കൂല. മനസ്സിലായോ? ആ സമയം കിറ്റക് സാബുവിനെ പിടിച്ച കിറ്റക് സാബുവിന് കുഴപ്പമില്ല. കാരണം എന്താ? കിറ്റക് സാബു മറ്റേ വാൾമാർട്ട് പോലെയുള്ള 5-10 ബയേഴ്സിനെ കൺവിൻസ് ചെയ്താൽ മതി, എനിക്കൊരു കുഴപ്പമില്ല. ടൈപ്പ് വ്യത്യാസമാണ്. മറ്റത് നിങ്ങൾ ഒരു പുകമറ സൃഷ്ടിച്ചാൽ പോലും എന്ത് ചെയ്തു പോകും? തകർന്ന് തരിപ്പണമായി പോകും. കാരണം പിന്നെ ആരും വിശ്വസിക്കും? മനസ്സിലായി? നിങ്ങളൊരു എഡ്യൂക്കേഷൻ സ്ഥാപനം നടത്താണ്, അല്ലെങ്കിൽ നിങ്ങളൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനി നടത്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വലിയ ജനങ്ങളിൽ നിന്ന് സാധനം കിട്ടുന്ന ഒരു സാധനം നടത്തുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു പോകും? കാരണം വിശ്വാസ്യതയുടെ ഒരു 10% തകർന്നാൽ പിന്നെ ആരും വിചാരിക്കില്ല എന്തിനാണ് ഈ റിസ്ക് എടുക്കുന്നത്, അവിടെ കൊണ്ട് കാശ് കൊടുത്തിട്ടെന്ന് വിചാരിക്കും. അത് ഗൗതം ഉദ്ദേശിക്കുന്നില്ല, അത് ഭീകരമായ പ്രശ്നമാണ്. അതുകൊണ്ട് എൻ്റെ 2 നിഗമനങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ദുബായിലായിരുന്നു ഉണ്ടായിരുന്നത്, നമുക്ക് സാധാരണ ഒരു അൺനാച്ചുറൽ ഗ്രോത്ത് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ അൺനാച്ചുറൽ ഗ്രോത്തിന്റെ അകത്തുള്ള കാരണങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലക്ഷറി കാറുകൾ, അതിന് ഇൻഷുറൻസ് അടക്കാൻ തന്നെ വേണം കോടികൾ. ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉള്ളത്, ഇദ്ദേഹം ഏതെങ്കിലും ഒരു വലിയ തലവന്റെ ബിനാമി ആയിരിക്കും? അല്ല, തലവന്റെ താങ്കളിപ്പോ അനുമാനിക്കുകയും നമുക്ക് അങ്ങനെയൊക്കെ അനുമാനിക്കാം. അല്ല, ഇതിലൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഗൗതം, ഇപ്പൊ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ, കൂടുതൽ എന്നോട് ചോദിക്കരുത്. അതിന്റെ കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ കയ്യിലൊരു പണം വന്നു തുടങ്ങി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിൽ മറ്റൊരുപാട് ഇല്ലിസിറ്റ് ഡീലിങ്സുമായിട്ട് ആളുകൾ എത്തും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു പേരുണ്ട്, നിങ്ങൾക്കൊരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളിലൂടെ എന്ത് ചെയ്യാം? കുറെ കാര്യങ്ങൾ നടത്തിയെടുക്കാം എന്ന് വിചാരിക്കുന്ന ആളുകൾ എത്തും. ഉദാഹരണത്തിന് ഒരു വലിയ സ്ഥാപനത്തിലെ ഒരു ക്യാഷർ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അതിന് ഫിനാൻസ് മാനേജർ എന്താണ്, അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ട് എന്നത് കള്ളനോട്ടുകൾ നിങ്ങൾ വഴി എന്ത് ചെയ്യാൻ പറ്റുമോ? സ്പ്രെഡ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ അയാൾ ഇരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് ബാലൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യില്ല, ചെക്ക് ചെയ്യില്ല. അതുപോലെ ഇവിടുത്തെ വലിയ ടെക്സ്റ്റൈൽ ഗ്രൂപ്പുകൾ, ബാക്കിയുള്ള ആളുകൾ, അവർക്ക് കൊണ്ടുവരുന്ന ഈ ഐറ്റംസ്, അവരൊക്കെ വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആളുകളാണ്. അവരുടെ ഐറ്റത്തിനകത്ത് കൂടി ഈ ആന്ധ്രയെന്നോ ബാക്കിയുള്ളതിൽ നിന്നോ ഉള്ള കുറച്ച് ബൈക്കോരത് കൂടി അതിനകത്ത് വെച്ചോട്ടെ എന്ന് വെച്ചാൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട വിഷയം, നിങ്ങളൊരു വലിയ ആദ്യമൊക്കെ നിങ്ങൾ വളരെ കൃത്യമായി കഷ്ടപ്പെട്ടൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുകയും അത് ചെയ്ത് കഴിയുമ്പോൾ വളരെ സിമ്പിളായി നിങ്ങളെ പെടുത്താൻ പറ്റുന്ന ഓഫറുകളുമായിട്ട് ആളുകൾ നിങ്ങളുടെ പുറകെ ഉണ്ടാകും, എത്തും. ആ പുറകെ എത്തുമ്പോൾ അതിനെങ്ങാനും വഴങ്ങി കൊടുത്തു പോയാൽ ഒരു തവണ ഒരു കുഴപ്പമില്ലെന്നേ, ഇതങ്ങനെ നടത്തി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു ഒരു തവണ വഴങ്ങി കൊടുത്തു പോയാലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ആദ്യം അവൻ ഒരു തവണ ഇത് പ്ലീസ് ഒന്ന് ചെയ്തു തരുമെന്നായിരിക്കും പറയണേ. രണ്ടാമത് തവണ അല്ല, കഴിഞ്ഞ തവണ ചെയ്തപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയും.
മൂന്നാമത്തെ തവണയുമ്പോൾ നമ്മൾ ഈ ടേസ്റ്റ് പിടിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാം, നമ്മളിത് അല്ല അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഇപ്പൊ നിങ്ങൾ ഒരു ക്വാണ്ടിറ്റി പറയും. ഇപ്പൊ 5 കിലോ ആണ് തരണമെങ്കിൽ അടുത്ത തവണ 25 കിലോ എന്ത് ചെയ്യാൻ പറയും, തരാൻ പറയും. അപ്പൊ ഇതില് ഗൗതം ഇത്രയും കൂടി മനസ്സിലാക്കിക്കോ, ഇതില് അങ്ങനെയുള്ളൊരു മരുന്നോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പിന്നെ എന്താണ് പണം എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒഴുക്കിയിട്ടുണ്ടാവും. സാധ്യതകളാണ്. അപ്പൊ പണത്തിന് പലപ്പോഴും വളരെ കൃത്യമായിട്ടുള്ള ഒരു ട്രേസ് ചെയ്യുക. ഇപ്പൊ ദുബായ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിന് പുറകില് IB റോ രഹസ്യാന്വേഷണ വിഭാഗം പോലും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഗൗതം, ഇത് ഏതാണ്ട് 1 മാസം മുമ്പ് തന്നെ ഒരു ആള് ഈ പറയുന്ന ഏഷ്യാനെറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, പഴയ ഒരു MLA യുടെ മകനാണെന്നാണ് എൻ്റെ തോന്നൽ. അപ്പൊ അദ്ദേഹം തന്നെ യഥാർത്ഥത്തിൽ ദുബായിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ പോഡ്കാസ്റ്റ് എടുക്കുകയും ആ എടുത്തു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹം അത് കൊടുക്കല്ലേ, ED അന്വേഷണം ഉണ്ട് എന്ന് പറയുകയും ചെയ്താണ്. അപ്പൊ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് പല്ലും നഖമുള്ള വലിയൊരു സേനയാണ്. അവർക്ക് വേണമെങ്കിൽ അനാവശ്യമായിട്ട് പോലും ആളുകളെ കുരുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ തന്നെ PMLA ആക്ട് പ്രകാരം അകത്തായിട്ടുണ്ടെങ്കിൽ ജാമ്യം എന്ന് പറയുന്നത് എന്തല്ല, ബെയിൽ ഈസ് എ റൂൾ, ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ എന്ന് പറഞ്ഞൊരു പോളിസി പിന്നെ അവിടെ ഇല്ല. പിന്നെ നേരെ തിരിച്ചാണ്. അപ്പൊ അതുകൊണ്ട് അത് പുറത്തേക്കൊന്നും എടുക്കാൻ കഴിയില്ല. പ്ലസ് സ്വന്തം അസറ്റുകളൊക്കെ തന്നെ ഒരുപക്ഷെ ഫ്രീസ് ചെയ്യപ്പെട്ടേക്കാം. അങ്ങനെ ചിലപ്പോൾ അത് കണ്ടുകെട്ടിയേക്കാം. അങ്ങനെ കണ്ടുകെട്ടുകയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ പിന്നെ ഞാൻ പഴയതിനേക്കാൾ മോശപ്പെട്ട ലെവലിൽ എന്ത് ചെയ്യേണ്ടി വരും, ജീവിക്കേണ്ടി വരും എന്ന് പറയുന്ന ഭയമൊക്കെ എന്ത് ചെയ്യും, ഉണ്ടാവും. മനസ്സിലായി? അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്ലസ് ഒരു ബിസിനസ്സിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ അത് തകർന്നു എന്ന് പറഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മറ്റേ തിരമാലയേക്കാൾ വലിയ പൊക്കത്തിൽ എന്ത് ചെയ്യും, പ്രശ്നങ്ങളുടെ ഘോഷയാത്രയായിരിക്കും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമുക്കില്ലാത്ത കുറ്റം ഉണ്ടാവില്ല, കുഴപ്പമുണ്ടാവില്ല, കുറവുകളൊന്നും എന്ത് ചെയ്യൂല. അതായത് എവിടെയാണ് അവിടെ 2005 ഒരു പക്ഷെ റോയ് എത്തിച്ചേരുമായിരുന്നു. അങ്ങനെ ഇല്ലാത്ത കുറച്ച് ആളുകളേ ഉള്ളൂ. അതാരാന്നറിയാം, രാഷ്ട്രീയക്കാർക്ക് കുഴപ്പമില്ല. DK ശിവകുമാർ ജയിലിൽ പോയിട്ട് തിരിച്ചു വന്നാലും അണികളുണ്ടാവും. മാധ്യമ പ്രവർത്തകർക്കും ആ കുഴപ്പമില്ല. ഏത് ഇനി യൂട്യൂബ് ചാനലുകൾ നടത്തുന്നവർക്കും ആ കുഴപ്പമില്ല. കാരണം ആളുകൾ വെറുതെ കേട്ടാൽ മതി, കയ്യിൽ നിന്ന് കാശൊന്നും കൊടുത്ത് തന്നെയില്ല. മനസ്സിലായി? വേറെ റിസ്ക് ഇല്ല. മറ്റ് സാധാരണ ബിസിനസ് നടത്തുന്ന ആളുകളെ സംബന്ധിച്ചോളം അവൻ നാളെ എന്ത് ചെയ്തു, ഒരു പോലീസ് കേസിൽ അറസ്റ്റിലായി എന്ന് പറഞ്ഞാൽ പോലും തൊട്ടടുത്തുള്ളവൻ എന്ത് ചെയ്യൂല, സംസാരിക്കൂല. അല്ല, ഇദ്ദേഹം ഇപ്പൊ സ്വയം വെടിവെച്ച് മരിച്ചത് തന്നെയായിരിക്കും. സ്വയം വെടിവെച്ചൊക്കെ തന്നെ മരിച്ചതായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഞാൻ ചില ആളുകളോടൊക്കെ സംസാരിച്ചിരുന്നു. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചാണ്. അല്ലാതെ അദ്ദേഹത്തെ ആരെങ്കിലും പ്രത്യേകിച്ചും ഇത്തരത്തിൽ റെയ്ഡ് നടക്കുന്ന സമയത്ത് കൊന്നുകളയും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഒരു ഏജൻസിക്കും അത്തരത്തിലുള്ള ധൈര്യമോ കാര്യമോ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അല്ല, ഇവിടെ പക്ഷേ IT വകുപ്പ് കാണിച്ച ഒരു അനാസ്ഥ ആ ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കണം അവര് ഒരു റെയ്ഡ് നടത്തുമ്പോൾ. അപ്പൊ ഇദ്ദേഹത്തെ ഒറ്റയ്ക്ക് ഒരു മുറിയിലേക്ക് പോകുന്നു, പിന്നീട് അത് കതക് ഇയാൾ പൂട്ടുന്നു, ആരും ഇങ്ങോട്ടേക്ക് കയറ്റി വിടരുത് എന്ന് പറയുന്നു. പിന്നീട് മുട്ടുമ്പോൾ ഇയാൾ തുറക്കുന്നില്ല, എൻ്റെ ചവിട്ടി തുറക്കുമായിരുന്നു. ഈ ഇൻകം ടാക്സിൻ്റെ റെയ്ഡായിരുന്നു എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ഇതിലെ ഒരു കാര്യം ഗൗതത്തിനോട് പറയാം, ഇൻകം ടാക്സിൻ്റെ 2 തരത്തിലുള്ള പരിശോധനകളുണ്ട്. എനിക്കത് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. കാരണം ഇൻകം ടാക്സിൻ്റെ സർവേ ആണെങ്കിൽ അവർ കുറച്ചുകൂടി ഫ്രീഡം തരും. റെയ്ഡ് ആണെങ്കിലും അവർ കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ അവരത്തരത്തിൽ ഇയാളുടെ കയ്യിൽ ഗണ്ണുണ്ടാവുമെന്നൊന്നും സത്യം പറഞ്ഞ് എന്ത് ചെയ്തിട്ടില്ല. നീ ഇപ്പൊ ഗൗതം ഇപ്പൊ സത്യത്തിൽ ഞാനിപ്പോ ഒരു വേണമെങ്കിൽ 5 പേരെ 10 പേരുടെ നമ്പർ തരാം. ഇപ്പൊ AK ഫൈസൽ എന്ന് പറഞ്ഞാൽ മലബാർ ഗോൾഡിന് ഓണർ, ഇത്തരം നിരവധി ആളുകൾക്ക് ED ഒക്കെ എൻക്വയറി ഉണ്ടായിട്ടുണ്ട്. ജോയ്സ് പാലസിൽ ജോയിയുടെ അവിടെ ഉണ്ടായിട്ടുണ്ട്, ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ അവർ വരുമ്പോൾ നിങ്ങളുടെ ഫോൺ അവർ പിടിച്ചു വെക്കും. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ അപ്പുറത്ത് പോയി വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞാൽ അവർ കുടിച്ചോളാൻ പറയും. അല്ലാതെ ബാക്കിയുള്ള ഒന്നും എന്ത് ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ പോലീസിന്റെ അത്രയും കർക്കശമായിട്ട് കാര്യം ചെയ്യില്ല. ഇവർക്ക് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ തന്നെ ഈ ഗണ്ണുണ്ടാകും എന്നുള്ളത് ഇവരെന്ത് ചെയ്തിട്ടില്ല, വിചാരിച്ചിട്ടില്ല. ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും അവർ ഇയാൾ ഒരു കത്തിയെടുത്ത് പോലും സ്വന്തം ശരീരത്തിൽ പോറലേൽപ്പിക്കുമെന്ന് അവരെന്ത് ചെയ്തിട്ടില്ല, വിചാരിച്ചിട്ടില്ല. ഇപ്പം അത് പക്ഷെ താങ്കൾ പറഞ്ഞ പോലെ അതൊരു വലിയ തെറ്റാണ്. പക്ഷെ ഇനി മുതൽ എന്ത് ചെയ്യും, ശ്രദ്ധിക്കും. ചെല്ലുമ്പോൾ അത്ര കാര്യങ്ങൾ കൂടി ഇവർക്കെതിരെ നടപടി എടുക്കണ്ടേ. ഏതാ ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാനായിട്ട് അവിടെ കർണാടക പോലീസ് വളരെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം DK ശിവകുമാറായിട്ടും സിദ്ധരാമയ്യായിട്ടും ഒക്കെ തന്നെ വലിയ ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ഈ പറയുന്ന റോയി എന്ന് പറയുന്നത്. 150 ഏക്കറിലുള്ള ഗോൾഫ് കോഴ്സിലൊക്കെ ഇവരെല്ലാവരും തന്നെ പോയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇപ്പോൾ മരിച്ചതിന് ശേഷം ഇനി എത്രത്തോളം ബന്ധം സൂക്ഷിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാനോ ശിക്ഷിക്കാനോ ഒക്കെയുള്ള സാധ്യതകൾ വളരെ വളരെ കുറവാണ്.
ചെയ്യേണ്ടതല്ലേ? അല്ല, ചെയ്യേണ്ടതാണോ ഇല്ലയെന്നൊക്കെയുള്ളത് അന്വേഷണം നടക്കട്ടെ, എനിക്കിപ്പോൾ ഉറപ്പില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാനിപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, അവർക്ക് രക്ഷപ്പെടാനുള്ള അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു നിൽക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം തന്നെ ഉണ്ട്. ഗൗതം ഇപ്പോൾ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. ഒരാഴ്ച കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷൻസ് പുറത്തേക്ക് വിടുമ്പോൾ പലപ്പോഴും ഉദ്യോഗസ്ഥന്മാരായിരുന്നു ശരിക്കും കാര്യങ്ങൾ പുറത്തേക്ക് വരുമോ എന്നുള്ളതാണ്. ഇദ്ദേഹം ഇങ്ങനെ സ്വയം ഹത്യ ചെയ്തതാണെങ്കിൽ എന്തോ ഒന്നിനെ ഇയാള് ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നുണ്ട്. ആ ഭയപ്പെടുന്നത് എന്താണ്, ആ ഡാറ്റ എന്താണ്, അതിലുള്ളത് എന്താണെന്നുള്ളത്. അല്ല, ഭയപ്പെടുന്നത് ഒരു ഗൗതം പറഞ്ഞ പോലെ മറ്റു കാര്യങ്ങൾ ചിലപ്പോൾ സീരിയസ് ആയിട്ട് അതിനകത്ത് പല കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അത്തരത്തിൽ പണം കൊണ്ടുവന്നതിൽ മറ്റു പല ആളുകളുടെയും ചിലപ്പോൾ പുറത്തറിഞ്ഞാൽ പ്രശ്നമാകുന്ന ആളുകളുടെയൊക്കെ പങ്കുകളൊക്കെ ഉണ്ടാവാം, നമുക്കറിയില്ല. ഞാനിപ്പോൾ അതൊന്നും ഉറപ്പിച്ച് പറയുന്നില്ല, പക്ഷെ അതൊക്കെ ചില അഭ്യൂഹങ്ങളാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ആ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്വന്തം ബിസിനസ്സിൽ അല്ലെങ്കിൽ സ്വന്തം ബ്രാൻഡിൽ വലിയ തോതിൽ ഇടിവുണ്ടാവുമെന്നും ഇനി കച്ചവടം നടത്താൻ കഴിയില്ലെന്നും ഉള്ളൊരു ചിന്തയിലേക്ക് പുള്ളി പോയിട്ടുണ്ട്. അല്ലാതെ ഒരു ഇൻകം ടാക്സിന്റെ ഇത് വന്നു എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഇൻകം ടാക്സിന് ചില ആളുകളൊക്കെ എൻ്റെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്തിട്ടുണ്ട്, ഇൻകം ടാക്സിന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. തെറ്റാണ്. ഇൻകം ടാക്സിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഇൻകം ടാക്സ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാലും അതൊക്കെ ഫൈൻ അടച്ച് വേണമെങ്കിൽ ഊരിപ്പോരാവുന്ന കാര്യമുള്ളൂ. പക്ഷേ അതുപോലെയല്ല ഗൗതം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ പറയുന്ന PMLA ആക്ട് പ്രകാരം കേസെടുത്ത. ഡിസംബർ 3 മുതൽ ഇവർ അന്വേഷിക്കുന്നുണ്ട്. ഏകദേശം ഒരു മാസമായി. അപ്പോൾ ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് റെയ്ഡ് ഉണ്ട് എന്താണെന്നുള്ള കാര്യം അറിയാം. അപ്പം വേണമെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻ ഡാറ്റാസ് ഒക്കെ വേണമെങ്കിൽ മറ്റു സ്ഥലത്തേക്ക് മാറ്റുകയൊക്കെ ചെയ്യാം. ഇതൊന്നും ചെയ്യാണ്ട് ഇതേ ദിവസം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് പിന്നിൽ എന്താ ഇയാൾ പ്രതീക്ഷിച്ചില്ലേ? ഈ ഇൻഫർമേഷനും ഡാറ്റയൊക്കെ അങ്ങോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ ഗൗതം വിചാരിക്കുന്നത് പോലെ നമ്മുടെ ഇൻകം ടാക്സിലെ ഉദ്യോഗസ്ഥന്മാരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിലെ ഉദ്യോഗസ്ഥന്മാരും പൊട്ടന്മാരല്ല. അവർക്കൊക്കെ ഇതിന് ഇനി ഗൗതത്തിനോട് മറ്റൊരു കാര്യം പറയാം. ഞാൻ പറയുന്നത് ഇത് ഇദ്ദേഹത്തിന് നേരത്തെ തന്നെ വേണമെങ്കിൽ സ്വയം വെടിവെച്ച് വരികയായിരുന്നു. കാരണം ഡിസംബർ 3 മുതൽ റെയ്ഡും മറ്റു കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നേ തീയതി തന്നെ അത് ചെയ്യാനുള്ള അതാണ് ഗൗതം. അതിന്റെ അവിടെയാണ് ദുരൂഹത എനിക്കില്ല. അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, ഗൗതം അറിയേണ്ടത് ഇത് ഈ ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ പുള്ളിക്ക് അപ്പോഴും ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ പുള്ളിക്കറിയാം, ഇത് പ്രശ്നമാകുമെന്നൊക്കെ അറിയായിരിക്കും. പക്ഷെ അപ്പോൾ പോലും ഇത് അതുകൊണ്ടാണല്ലോ മറ്റേ ഒരു ഇന്റർവ്യൂ കൊടുക്കല്ലേ എന്നൊക്കെ പുള്ളി പറഞ്ഞത്. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ പോലുള്ള വിഷയം ഇതൊക്കെ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയിലാണ് എല്ലാ മനുഷ്യനും എന്ത് ചെയ്യുന്നത്. മനസ്സിലായി? അതൊരു സൈക്കോളജിക്കൽ ഇതാണ്. നമുക്കിത് പ്രതീക്ഷയുണ്ട്, ഇത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് മാറ്റാൻ പറ്റും, നമുക്ക് മറ്റവരെ കാണാം, അല്ലെങ്കിൽ ഇവരെ പിടിക്കാം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും മുന്നോട്ട് പോകാം. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, ആ മൊമെന്റ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, അതിപ്പോൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇല്ലെന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഉദ്യോഗസ്ഥന്മാർ ഇവരോട് കൃത്യമായി ഇൻഫോം ചെയ്തിട്ടുണ്ട്. താങ്കളെ ഇവിടെ വിളിച്ചു വരുത്തിയതാണ്, വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരാതിരിക്കാൻ കഴിയില്ലെന്ന് CJ റോയ്ക്ക് അറിയാം. കാരണം അല്ലെങ്കിൽ വലിയ വാർത്തയും അദ്ദേഹത്തിനെതിരെ ചിലപ്പോൾ ലുക്കൗട്ട് നോട്ടീസും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് വരാതിരിക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് ചിലരൊക്കെ വിചാരിക്കുന്നുണ്ട് വിദേശത്ത് നിന്ന് വരാതിരുന്നാൽ പോലെ രക്ഷപ്പെടില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും ഇപ്പൊ ലോക രാജ്യത്തേക്ക് വിജയ് മല്യൊക്കെ കടന്ന പോലെ കടന്നാൽ പോലെ. പക്ഷെ അങ്ങനെ കടന്നാൽ പോലും ഒരു പ്രശ്നമുണ്ട്. കാരണം കടന്നാൽ ഇത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കടക്കാൻ പറ്റും. പക്ഷെ വിജയ് മല്യയുടെയും ഈ ചോംസ്കിയുടെയും അതുപോലെ നീരവ് മോദിയുടെയൊക്കെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇവിടെ. മനസ്സിലായി? അവരൊക്കെ ഇത് ഉപേക്ഷിച്ച് പോയവരാണ്. പക്ഷെ അങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് എന്ത് ചെയ്യില്ല ഗൗതം, പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആ ലാസ്റ്റ് മിനിറ്റ് വരെ അത് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അദ്ദേഹം വന്ന് സംസാരിക്കുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം അന്ന് മെസ്സേജ് അയക്കുന്നുണ്ട് ബ്രദറിന്, ഡീപ് ട്രബിൾ എന്നല്ല ബിഗ് ട്രബിൾ ആണെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. ആ മെസ്സേജ് അയച്ച് ബിഗ് ട്രബിൾ എന്ന് പറഞ്ഞാൽ വലിയ ബിഗ് ട്രബിൾ ആണ്, ആ ട്രബിൾ ആണെന്ന് മെസ്സേജ് അയക്കുകയും താൻ ഏതാണ്ട് മണിക്കൂറുകൾക്കകം അറസ്റ്റിലാവുകയും ചെയ്യും എന്ന് ഉള്ള ഒരു യാഥാർത്ഥ്യം ഉണ്ടല്ലോ ഗൗതം. അത് ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ചിന്ത വരുന്നത്. അതിന് മുമ്പൊക്കെ എല്ലാവർക്കും എന്തുണ്ടാവും. ഈ റോയ് തന്നെ അപ്പൊ എന്തൊരു കളവാണ് ഇദ്ദേഹം നേരത്തെ അപ്പം മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, അതായത് ഒരു പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ ക്യാപ്റ്റൻ പറയുന്നത് ഈ പ്ലെയിൻ ക്രാഷ് ചെയ്യാൻ പോവാണെന്ന്, ഞാൻ ഡപ്പാങ്കൂത്ത് കളിക്കും, ഞാൻ സന്തോഷത്തോടു കൂടിയിരിക്കും. ഗൗതത്തിന് മനസ്സിലാകാത്തൊരു കാര്യം, അത് ചിലപ്പോൾ സത്യമായിരിക്കും ഗൗതം. മനസ്സിലായ? ഇപ്പൊ ഗൗതം എന്ന് പറയുന്ന ഒരാള് യഥാർത്ഥത്തിൽ മറ്റേ ഇവിടെ നിന്ന് മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ഗൗതത്തിന് അത്ര ഭയം ഉണ്ടാവേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ അത് സംഭവിച്ച ഇത്രേ ഉള്ളൂ കാര്യം. അതിനേക്കാൾ വലിയ പ്രശ്നം, താങ്കൾ ഒരു വലിയ മോശപ്പെട്ട ഒരാളായും താങ്കളുടെ കുടുംബത്തിനും വളരെ പ്രശ്നമുണ്ടാവുകയും അവർക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും അവർ ഇതേവരെ ജീവിച്ചു വന്ന എല്ലാ ആർഭാടങ്ങളും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും എന്ന് പറയുന്നതിനേക്കാൾ ആളുകൾ എന്ത് ചെയ്യും, മരണം
ചൂസ് ചെയ്യും. അപ്പൊ അദ്ദേഹം കൃത്യമായിട്ട് ഒരു കച്ചവടക്കാരന്റെ ഒരു ഇമോഷണൽ ബുദ്ധിയാണോ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ഇതിലൂടെ ഇദ്ദേഹത്തിന് വലിയൊരു സിമ്പതി ഇപ്പം കിട്ടി. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ തെറ്റുകളൊന്നും ആളുകൾ അറിഞ്ഞില്ല. അയ്യോ റോയ് പോയല്ലോ എന്ന് പറയുന്ന ഒരു സിമ്പതി കിട്ടിയല്ലോ. അല്ല, ഞാനിപ്പോൾ അങ്ങനെയൊക്കെ ഒരാൾ മരിച്ചിട്ട് നമ്മൾ പറയുന്നത് ശരിയല്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തൻ്റെ ഒരു ആത്മാഹുതി കൊണ്ട് ഇതെല്ലാം തന്നെ സോൾവ് ചെയ്യപ്പെടുകയും ഇതങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ നല്ലത് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും. ഞാൻ ഇനിയും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്കും ഒരുപക്ഷെ കുടുംബത്തിനും ബാക്കിയുള്ളവർക്കൊക്കെ താങ്ങാൻ പറ്റാത്ത വിഷയങ്ങളിലേക്കും ഒക്കെ പോകുമെന്നും ഈ സാമ്രാജ്യത്തിന് വലിയ പ്രശ്നം ഉണ്ടാകുമെന്നൊക്കെ അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ടാവും, തോന്നിയിട്ടുണ്ടാവും. കാരണം അങ്ങനെ ഇല്ലെങ്കിൽ ഒരാൾ അത് ചെയ്യില്ലല്ലോ ഗോത്. പിന്നെ രണ്ടാമതൊരു കേസ് കൂടി ഞാൻ ഗോത്തിനോട് പറയാം. ഇപ്പൊ അപൂർവമായിട്ടുള്ള ഒരു കേസാണ്. കാരണം ഒരാൾ വെടിവെക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ തന്നെ ഇല്ല എന്ന് പറയാം. എന്നാൽ നെഞ്ചത്ത് ഒരാൾ വെടിവെക്കില്ല, പകരം തലയിലായിരിക്കും വെടിവെക്കുക. അപ്പോൾ തലയിൽ വെടിവെക്കുന്നത് പെയിൻ അറിയില്ല, പെട്ടെന്ന് തന്നെ മരിക്കണം എന്ന് ചോദിച്ചിട്ട്. പക്ഷെ ആ തലയിൽ വെടിവെക്കാൻ ശ്രമിച്ചിട്ട് അത് പാളിപ്പോയത് കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. അപ്പൊ അങ്ങനെ ഉണ്ടായെങ്കിൽ അത്രത്തോളം ഷാറ്റേഡായി പോയിട്ടുണ്ടെന്ന് ചുരുക്കം. മനസ്സിലായ? വളരെ ബ്രേവ് ആയിട്ടുള്ള പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. റോയുടെ കേസിലുള്ള പ്രധാന ഇദ്ദേഹത്തിന്റെ ഓഫീസിലെ ചെയറിൽ ഇരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അല്ല, അതാണ് പറഞ്ഞത്. അപ്പൊ ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പൊ 45,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് പണിത, കേരളത്തിലെ ഏറ്റവും വലിയ വീട് പണിത വയനാടുള്ള എന്താണ് ജോയ് അറക്കൽ ജോയ്, കപ്പൽ ജോയ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 45,000 സ്ക്വയർ ഫീറ്റുള്ള വീട് പണിതിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്കെല്ലാം ചില സാമ്യതകളുണ്ട്. ഇവരെല്ലാം അനാവശ്യമായിട്ടുള്ള സാധാരണക്കാരുടെ കാര്യങ്ങളൊക്കെ പറയും. ഇപ്പൊ 45,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് പണിതിട്ട് എന്താണെന്ന് അറക്കൽ ജോയിനോട് ജോയ് പറയണത്, അത് ഇവിടെ വല്ല വെള്ളപ്പൊക്കമോ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായാലും ഈ നാട്ടുകാർക്ക് മുഴുവൻ വന്ന് താമസിക്കാമല്ലോ, അതുകൊണ്ടാണെന്ന്. നാട്ടുകാർക്ക് പോയിട്ട് അവിടെ വാച്ച്മാനെ പോലും എന്ത് ചെയ്തിട്ടില്ല, ആ വീടിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ടാവും നമുക്ക് തോന്നുന്നില്ല. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയും, 24 നിലയുള്ള ഒരു റൂം എഴുതടന്ന് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴേക്കും താഴേക്ക് പോലീസ് എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടെ നിന്ന് ഒറ്റച്ചാട്ടത്തിന് ചാടി മരിക്കുകയാണ്. ഇത് ഗൗതം ആലോചിക്കും. ഇപ്പൊ ഞാനും ഗൗതവും കൂടി ഇങ്ങനെ ഇരിക്കുന്നു. നമ്മളുടെ ഒരാൾ പുറത്തേക്ക് പോയിട്ട് എന്ത് ചെയ്തു, ഇവിടുത്തെ നിലയിൽ എന്ത് ചെയ്തു, ചാടി മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അല്ലെങ്കിൽ അത്രയും നാളും അനുഭവിച്ചു വന്ന പ്രശ്നങ്ങൾ, അത് ഇനി ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. ഈ അറക്കൽ ജോയിയുടെ കേസ് എന്തായിരുന്നു? അറക്കൽ ജോയി ഇറാഖുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ കപ്പലിൽ പല എണ്ണ വ്യാപാരങ്ങളൊക്കെ നടന്നിരുന്നു, അത് ഇല്ലീഗലായിരുന്നു, രാജ്യദ്രോഹ പ്രവർത്തനമായിരുന്നു എന്നൊക്കെയുള്ള ചില അഭ്യൂഹങ്ങളുണ്ട്. ഞാനിപ്പോൾ തുറപ്പിച്ച് പറയുന്നില്ല, മരണപ്പെട്ട ഒരാളായതുകൊണ്ട്. അപ്പൊ അത്തരം പിടിക്കപ്പെട്ടാൽ പിന്നെ 25 കൊല്ലത്തേക്ക് പോലും എന്ത് ചെയ്യില്ല, പുറത്തേക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഇതുപോലെ ഒരു സ്വന്തം ഇമേജുകൾ മൊത്തം എന്താണ് പ്രശ്നത്തിലായി തകർന്നു പോകുന്നു എന്ന് പറയുന്നത്, താങ്കൾ മറ്റേ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്തു എന്ന് പറയുന്ന പോലെ നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. മനസ്സിലായോ? ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ എപ്പോൾ കുത്തി കളിക്കാം. പക്ഷെ അതുപോലെയല്ല. പിന്നെ ഒരു കാര്യം, അന്തസ്സിനേൽക്കുന്ന ക്ഷതം, അതിന് വലിയൊരു പ്രധാനപ്പെട്ട വിഷയവും കൂടിയുണ്ട്. ഈ റോയുടെയൊക്കെ കേസിൽ അദ്ദേഹം നിരവധി പ്രതിസന്ധികൾ അതിജീവിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചില പ്രൊജക്ടുകൾ വേണ്ടെന്ന് നോക്കേണ്ടി വന്നിട്ടുണ്ട്, അതുപോലെ വിൽപ്പന നടക്കാതിരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തിന്റെ ഒരു സക്സസ് ഗ്രാഫ് ലോങ് ടൈമിലേക്ക് എടുത്തു നോക്കിയാൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്തിലായിരുന്നു. ഇപ്പൊ 165ഓളം പ്രൊജക്ടുകൾ, 15,000-ഓളം ഉപഭോക്താക്കൾ, ഇത്തരത്തിൽ വലിയ ഗ്രോത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് വീണ്ടും ജീവിക്കാൻ കഴിയുക, തുടങ്ങാൻ കഴിയുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഗൗതം. അതൊന്നും മറ്റേ രാവിലെ എഴുന്നേറ്റിരുന്ന് മറ്റേ മോട്ടിവേഷൻ പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം തീർച്ചയായിട്ടും തന്റെ സാമ്രാജ്യം തകരാതിരിക്കാനുള്ള ഒരു പോംവഴിയാണ് ഇദ്ദേഹം എടുത്തിരിക്കുന്നത്. സാമ്രാജ്യം തകർന്നു എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ കടത്തിലായി പോകും. ഇപ്പൊ ഗൗതത്തിന് പോലും മനസ്സിലാവൂല ഞാൻ ഇവിടെ നിന്ന് എത്ര പറഞ്ഞാൽ. ഇപ്പൊ ഉദാഹരണത്തിന് അനിൽ അംബാനി, അദ്ദേഹം പൊട്ടിപ്പോയാലും നമ്മൾ വിചാരിക്കണം എന്താ, അദ്ദേഹത്തിന് ഒരു കുഴപ്പമുണ്ടാവില്ലെന്നാണ്. കോടതിയിൽ ഒന്ന് കഴിഞ്ഞവണ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് എന്റെ വൈഫ് എന്റെ ഗോൾഡ് എടുത്ത് വിറ്റിട്ടാണ് ഞാൻ ജീവിക്കണേന്ന് പറഞ്ഞു. 850 കോടി രൂപ ഇപ്പൊ അടച്ചില്ലെങ്കിൽ ജയിലിലാവോ എന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മുകേഷ് അംബാനി കൊണ്ട് 850 കോടി അടച്ചുകൊണ്ട് പുറത്തിറങ്ങിക്കണേ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു തകർച്ച ഉണ്ടായാൽ നിങ്ങൾ പാതാളത്തോളം തകരും. മനസ്സിലായ? അറ്റ്ലസ് രാമചന്ദ്രൻ എന്താ സംഭവിച്ചത്? കഫേ കോഫിയുടെ 4000 ഏക്കറിൽ കൂടുതൽ വെള്ള ഒരാള് എന്ത് ചെയ്തു, ഒരു പാലത്തിൽ വണ്ടി നിർത്തി ഇറങ്ങി, ഡ്രൈവറോട് നിർത്താൻ പറഞ്ഞ് ഇറങ്ങി, രാത്രി അന്ത്യയാമത്തിൽ ഫോൺ ചെയ്ത് നടന്നുകൊണ്ട് അയാൾ ചാടുകയാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഗൗതം, നിങ്ങളെ വലിയ ഹൈറ്റ്സിലാണെങ്കിൽ നിങ്ങളുടെ വീഴ്ചയും എന്തായിരിക്കും, അത്രയും ഹൈറ്റ്സിൽ. നിങ്ങളിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ സംസ്ഥാന പ്രസിഡന്റ് ആയില്ല എന്നായിരിക്കും, നിങ്ങളൊരു മണ്ഡലം പ്രസിഡന്റ് ആണെന്നായിരിക്കും. നിങ്ങൾ ഈ പിടിക്കപ്പെട്ട കുഴപ്പമില്ല, ആ മണ്ഡലം മാത്രമേ അറിയുള്ളൂ, നാഷണൽ മീഡിയ ഒന്നും ചർച്ച ചെയ്യില്ല. നിങ്ങൾ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയി, സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കും എന്തായിരിക്കും അവസ്ഥ? അപ്പൊ നാഷണൽ ലെവലിൽ വാർത്തയാവും. അപ്പൊ നിങ്ങളുടെ ഉയർച്ചകൾക്ക് വലിയൊരു പ്രശ്നവും കൂടിയുണ്ട്. അവിടെ നിന്ന് ഒരു നാരോ ഈ പറയുന്ന പോലെ ലൈനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. അവിടെ നിന്ന് വീണാൽ
അത് വലിയ വീഴ്ചയായിരിക്കും. അവിടെ നിന്ന് വീണിട്ടും എഴുന്നേക്കാൻ കഴിയുന്നവരുണ്ട്. ആ വീണിട്ട് എഴുന്നേക്കാൻ കഴിയുന്നവരെ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, കൈകൂപ്പി സമ്മതിച്ചേ പറ്റൂ. മനസ്സിലായി? സ്റ്റീവ് ജോബ്സ് അതുപോലെ വീണതാണ്. താങ്കൾ അറിയേണ്ടത് സ്വന്തം കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. ഏത് ഒരു കമ്പനി സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് പുറത്താക്കപ്പെട്ട് തെരുവിലേക്കാണ്. എന്നിട്ട് അയാൾ വേറെ 2 കമ്പനി, ഒരു 3D സ്റ്റുഡിയോയും ഈ പറഞ്ഞ വേറൊരു സോഫ്റ്റ്വെയർ കമ്പനിയും, ഞാനിവിടെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നത്, തുടങ്ങിയിട്ട് ലാസ്റ്റ് ആപ്പിൾ മക്കൻടോഷ് എന്ന് പറയുന്ന കമ്പനിക്ക് ഈ കമ്പനി ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് പിന്നെയും ഡയറക്ടർ ബോർഡിലേക്ക്. തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ ഈ റോയിയുടെ മരണത്തിന് പിന്നിൽ ഒരു വലിയ ഒരാളുണ്ട്, ഒരു വലിയ അന്താരാഷ്ട്ര തലവൻ. അയാളെ രക്ഷിക്കാനായിട്ട്, അതായത് ഒരു കണ്ണി പിടിക്കപ്പെട്ടാൽ, വീക്കായിട്ടുള്ള ഒരു കണ്ണിയെ സ്വയം ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഒരു ചാവേറിന്റെ സ്വഭാവമാണോ റോയ് എടുത്തതെന്ന് ഇപ്പൊ അതൊക്കെ ഒരു കോൺസ്പിരസി തിയറികളാണ്. അതൊന്നും നമുക്കറിയില്ല. അതൊന്നും ഓൺ ചെയ്യാൻ ഞാൻ ആളല്ല. അതൊക്കെ അതിന്റെ പുറകിൽ ആരെങ്കിലും ഒരാളുണ്ടാവും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, അവനവന് തന്നെ പറ്റിപ്പോയ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾക്ക് അദ്ദേഹം കൊടുക്കേണ്ടി വന്ന വിലയാണ്. വലിയ ദുഃഖമുണ്ട്. അദ്ദേഹം എല്ലാവരോടും വളരെ നന്നായി മാന്യമായി പെരുമാറിക്കൊണ്ടിരുന്ന ഒരാളാണ്. വളരെ കേരളത്തിലെ ജനത മുഴുവൻ മോട്ടിവേഷൻ ആയി കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കേരളത്തിലെ ജനങ്ങളൊക്കെ മനസ്സിലാക്കണം, ഈ റിയൽ ലൈഫ് എന്ന് പറയുന്നത് റിയൽ ലൈഫ് അല്ല. അതുകൊണ്ട് അതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വലിയൊരു പോയിന്റാണത്. കാരണം ഈ റിയൽ ലൈഫിൽ ഇന്ന് ഞാൻ അത് മേടിച്ചു ഇത് മേടിച്ചു എന്നൊക്കെ പറയാം. ഇനി ഗൗതത്തിന് വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ കേരളത്തിലെ വലിയ ഗുണ്ടാസംഘങ്ങൾ നടത്തുന്ന ആളുകൾ മുഴുവൻ റീലുകൾ ഇടുന്നുണ്ട്. എന്താ കാര്യം? പുതിയ ആളുകൾ അട്രാക്ട് ചെയ്യാനാണ്. അപ്പൊ അതുകൊണ്ട് ഈ ബുക്കാട്ടി അടക്കം ബാക്കിയുള്ളതടക്കം ഇപ്പൊ ഈ പുതിയൊരു വിഷയം ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ അടുത്തോടെ ചർച്ച ചെയ്യേണ്ടതാണ്. ഇതിലെ ഗോൾഡ് സെയിൽസ് നടത്തുന്ന ഒരു അച്ചായൻ എന്ന് പറഞ്ഞൊരാളുണ്ട്. ഏത് ഗവൺമെന്റിന്റെ ലൈഫ് മിഷനിലുള്ള വീട് മേടിച്ച് ഒരാൾക്ക് കൊടുത്തിട്ട് പുള്ളി ചാരിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, പ്രാഞ്ചേട്ടന്മാരുണ്ട്. റോയി ഒന്നും അത്തരത്തിലുള്ള ഒരാളാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹം അനീഷും അതുപോലെ തന്നെ അനുമോൾക്കും ഒക്കെ എന്ത് ചെയ്തു, ബിഗ് ബോസിൽ ജയിച്ചിട്ടുള്ള 2 പേർക്ക് പുള്ളി 10 ലക്ഷം രൂപ കൊടുത്തേ ഉള്ളൂ. അപ്പൊ അതൊക്കെ തന്നെ അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്തിലേക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാസിനോവ എടുത്തത് ഒരിക്കലും 30 കോടി ആയിട്ടില്ല എന്ന് 100% ഉറപ്പാണ്. മനസ്സിലായി? 27 കോടിയൊന്നും ആയിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷെ 27 കോടി ആയെന്നും പറഞ്ഞാണ് റോയി എന്ത് ചെയ്തിട്ടുള്ളത്, കണക്ക് എഴുതിയിട്ടുള്ളത്. മരക്കാരും അതുപോലെ തന്നെ വലിയ പണം ചെലവാക്കിയതാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ടൊവിനോ തോമസിന്റെ ഐഡന്റിറ്റിയും അദ്ദേഹമാണ് എന്ത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിലൊക്കെ തന്നെ ഈ ഡീലിങ്ങുകളിൽ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാനില്ല, സംശയിക്കാൻ ഇല്ല. കാരണം അങ്ങനെ വൈറ്റായി മാത്രം ഒരു റിയൽ എസ്റ്റേറ്റ്, ഈ കേൾക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇതിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്തെനിക്ക് വലിയ സന്തോഷം. ഈ ഒരു സാധാരണക്കാരൻ പോലും 10 ലക്ഷം രൂപയുടെ സ്ഥലം മേടിക്കും, 10 ലക്ഷം രൂപ കാണിക്കില്ല. ക്രിസ്റ്റൽ ഗ്രൂപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടും ഒക്കെ ഇതിന് അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പലരും എഴുതിയിട്ടുണ്ടായി, ഇദ്ദേഹം ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ. അല്ല, അതൊക്കെ അതിലേക്കൊന്നും നമ്മളിപ്പോ കടക്കേണ്ടതാണ് എന്റെ കാര്യം. അപ്പൊ അങ്ങനെ മൊത്തത്തിലും ഒരു ഫ്രോഡ് ആയിരുന്നു ഈ റോയ് എന്നുള്ള രീതിയിൽ അദ്ദേഹം. അല്ല, അതൊക്കെ ഈ പറയുന്ന ഇപ്പൊ അദ്ദേഹം പണം കൊടുക്കാതെ നശിച്ചു പോയിട്ടുള്ള ചില, ഇപ്പൊ ഇന്നിപ്പോ കുറച്ചു മുമ്പ് എന്റെ വീഡിയോ ഉണ്ട്, എന്നെ ഒരാൾ വിളിച്ചിട്ട് ഇദ്ദേഹം പണം കൊടുക്കാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ വീടുകൾ പണിതിട്ടുള്ള ഒരാൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെ എന്നോട് ഇപ്പൊ ഈ 1 മണിക്കൂർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ, പക്ഷെ അതൊക്കെ നമ്മൾ അറിയേണ്ടത്, ഗോത്തിനോട് ഇപ്പൊ ഞാൻ തുറന്നു പറയാൻ പറ്റില്ല, അതൊക്കെ അറിയേണ്ടത് ഈ കേരളത്തിലെ വലിയ സെലിബ്രിറ്റി, ഈ റോയ് മാത്രമല്ല, ചിലപ്പോൾ അദ്ദേഹത്തിന് അതിന് കാരണം ഉണ്ടാവും, ചിലപ്പോൾ അവൻ പണിത് കറക്റ്റായിട്ട് ഉണ്ടാവില്ല, നമുക്കറിയില്ല. ഇപ്പൊ പല ജ്വല്ലേഴ്സിന്റെയും കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വലിയ 1-2 ബിസിനസ്സുകാരുടെയും കാര്യത്തിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പൊ 300 കോടി രൂപ കൊടുക്കാനുള്ള ആളുകളൊക്കെ എനിക്കറിയാം, അവര് മനസ്സിലായി. അപ്പൊ അത്തരത്തിൽ കിട്ടാതെ പോയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കും, കാരണം അവര് അങ്ങനെ ഓറയിൽ നിൽക്കുന്നവരാണ്, അവർക്ക് വലിയ സ്വാധീനമുള്ളവരാണ്, അതുകൊണ്ട് അതില്ല വന്ന് പറയില്ല. അപ്പൊ അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഇനി എന്ത് ചെയ്യും, എന്തായാലും സത്യങ്ങൾ വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കാലമൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, മൂടി വെക്കാൻ പറ്റില്ല. എന്തായാലും IB റോ അടക്കം ഇദ്ദേഹത്തിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ അതില് എന്തോ ഒരു വലിയ സംഭവം ഉണ്ടോ? ഇതൊന്നുമില്ലെങ്കിൽ പോലും ഗൗതം, ഇപ്പൊ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടെങ്കിൽ പോലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിചാരിച്ചാൽ പരിപാടികൾ മൊത്തം എന്ത് ചെയ്യും, പാടും. പിന്നെ IB റോയും ഒക്കെ കൂടി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ 100% ഉറപ്പാണ് വിദേശത്ത് നിന്ന് ഇങ്ങോട്ടുള്ള എന്തും കൂടി ഉണ്ടാവും. കാരണം അല്ലെങ്കിൽ റോയുടെ ഒന്നും ഒരു ആവശ്യം ഇല്ല.